ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹിതർക്കും വീണ്ടും വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനത്തെ ചൊല്ലുന്നു. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ആയിരിക്കുന്ന സ്ഥാനത്ത് സന്തോഷകരമായിരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുകയാണ്. ഇന്ന് പകലെ ഒരു തിരുവചനം കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ ഒന്നാം ലേഖനം 5-ാം അധ്യായം. പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം. അവിടെ വായിക്കുന്ന ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുകയും എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും. ഇളയവരെ എന്ന ഒരു ആഹ്വാനത്തോടു കൂടിയാണ്, കീഴടങ്ങുവീൻ എന്നുള്ളത് ആഹ്വാനത്തോടു കൂടിയാണ് ആ വചനം ഇവിടെ ആരംഭിക്കുന്നത്. സ്തോത്രം. നമുക്കെല്ലാം വളരെ സുപരിചിതമായിട്ടുള്ളതായ ഒരു വചനമാണല്ലോ ഞാൻ വായിക്കാനുള്ളത്. എന്നാൽ ആർക്കും അറിയാത്തതായ ഒരു വചനമൊന്നുമല്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് പുതുതായി ദൈവത്തിന് ഞങ്ങളോട് സംസാരിക്കാനുണ്ടെന്നുള്ളതായ ഒരു ചിന്തയോടുകൂടി ഇരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കും. അപ്പം ആത്മീയത്തിൽ ഇളയവരായിട്ടുള്ള വ്യക്തികൾ, അങ്ങനെ ആയിരിക്കാം പത്രോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. ആത്മീയത്തിൽ ഇളയവരെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വരുമ്പോൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ചോ വിശ്വാസ ജീവിതത്തെക്കുറിച്ചോ വലിയ അറിവൊന്നും നമുക്കില്ല, അല്ലേ? ചുരുക്കം പറയാം, വചനത്തിനകത്തു നിന്നുള്ളതായ പല കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവില്ല. നമ്മൾ പലപ്പോഴും പ്രസംഗം കേൾക്കുകയും വചനം വായിക്കുകയും വചനം ചിന്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കൂടുതൽ അറിവ് നമുക്കെന്താണ് ലഭിക്കുന്നത്. അപ്പം നമ്മൾ ഒരു ആത്മീയത്തിലേക്ക് ആദ്യമായിട്ട് കാൽ വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവനെന്താണ്, ജനിക്കുന്ന ഒരു ശിശുവിനെ പോലാണ്, അല്ലേ? സ്തോത്രം. അപ്പം നമുക്ക് പല കാര്യങ്ങൾക്കും അറിവില്ല, അല്ലേ? അപ്പം നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചാൽ ഉടനെ അതിന് നമ്മൾ ഖരമുള്ള ആഹാരമാണ് അല്ലെങ്കിൽ കട്ടിയുള്ള ആഹാരമാണ് കൊടുക്കുന്നത്. അല്ല, കുറേ വർഷങ്ങൾ നമ്മളതിന് കുറുക്കും, അല്ലേ? മുലപ്പാലും സെർലാക്കും ഒക്കെ കൊടുത്താണ് അതിനെ വളർത്തുന്നത്. അതുപോലെ നമ്മൾ ഒരു ആത്മീയ അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് പല കാര്യങ്ങൾക്കും ഉള്ളതായ അറിവില്ല. വചനത്തിനെ പോലും വലിയ അറിവൊന്നുമില്ല. പക്ഷെ വചനം കേൾക്കുകയും വായിക്കുകയും പ്രസംഗിക്കുന്നത് കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് വചനത്തെക്കുറിച്ച് കൂടുതലായിട്ടുള്ളതായ അറിവുണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ പത്രോസ് പറയുകയാണ്, ഇളയവരെ, അല്ലെ, പുതുതായി ദൈവത്തിൻ്റെ അടുക്കൽ കടന്നു വന്നതായ ദൈവമക്കളെ എന്നുള്ള ഉദ്ദേശത്തിലാണ് പറയുന്നത്. എന്താണ്? മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. മൂപ്പൻ എന്ന് പറയുമ്പോൾ സഭയുടെ മൂപ്പൻ എന്ന് പറയുമ്പോൾ, അല്ലേ, ആ സഭയുടെ ഏറ്റവും മുതിർന്ന ആൾ. ഇപ്പം നമുക്ക് തന്നെ പാസ്റ്റർ എന്ന് പറയാം, അല്ലേ? സഭയിലെ പാസ്റ്ററാണ് ഏറ്റവും വലിയ മൂപ്പന്. പണ്ടൊക്കെ സഭയിൽ മൂപ്പന്മാരുണ്ടായിരുന്നു, അത് ശരി തന്നെയാണ്. പാസ്റ്റർ അല്ലാതെ മൂപ്പന്മാരുണ്ടായിരുന്നു, അല്ലേ? ആ മൂപ്പന്മാരുടെ കടമയൊക്കെ നമുക്കറിയാമല്ലോ. അവിടെ ഇരിക്കുന്ന ജനത്തെ ശാസിക്കാനോ ശിക്ഷിക്കാനോ ഒന്നുമല്ല മൂപ്പനെ തിരഞ്ഞെടുക്കുന്നത് അവരെ ആത്മീയമായിട്ട് അവരെ നടത്താനും. ഇപ്പം ഞാൻ പറയും, ഒരു ചെറിയൊരു പ്രശ്നം സഭയ്ക്കകത്തുണ്ടായാൽ സഭയിലെ മൂപ്പനും പാസ്റ്ററും, അല്ലേ, അങ്ങനെ മെയിൻ ആൾക്കാരൊക്കെ കൂടി ആ പ്രശ്നം അല്ലെങ്കിൽ ലഘൂകരിക്കണം. ദൈവദാസന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു വയ്യാതെ വന്നാൽ ഒന്നത്തെ ആരാധന നടത്താൻ മൂപ്പന് ത്രാണി ഉണ്ടായിരിക്കണം. ഒരാളെ തെറ്റ് കണ്ടാൽ അതിനെ പാസ്റ്റർ പറയുന്നതിനെക്കാട്ടും ആധികാരികമായിട്ട് പറയാനുള്ള പവർ മൂപ്പനുണ്ട്. ആ മൂപ്പനത് പറയണം. അങ്ങനെ പല കാര്യങ്ങൾക്കും മൂപ്പൻ്റെ മേൽ ദൗത്യങ്ങളുണ്ടായിരുന്നു. സ്തോത്രം. എന്നാൽ സഭയിലെ പണ്ടൊക്കെ മൂപ്പന്മാരുണ്ടെങ്കിൽ ചില സഭയിലൊക്കെ മൂപ്പന്മാർ വലിയ കെണികളായിരുന്നു. അത് കറക്റ്റ് കാര്യമാണ്. ഞാൻ പണ്ടൊരു സഭയിലിരുന്നപ്പോൾ ഞാൻ ആദ്യമായിട്ട് സഭാചാർജ് ഏറ്റെടുക്കുന്ന ഒരു സഭയാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അമ്മാമ്മ എന്നോട് പറയാണ്, പാസ്റ്ററയിൽ ഇപ്പം വന്നത് ഈ സമയത്ത് വന്നത് വലിയ കാര്യമായിപ്പോൾ. ഞാൻ ചോദിച്ചു, എന്നാ അമ്മാമ്മ? ഇവിടെ ഒരു മൂപ്പനുണ്ടായിരുന്നു പാസ്റ്ററെ. ഇവിടെ ഇരിക്കുന്ന ഉപദേശിമാരെല്ലാം പുള്ളിയുടെ നമ്മൾ പറയത്തില്ലേ, പുള്ളിയുടെ ഡയറക്ഷനിലാണ് നിർത്തിക്കൊണ്ടിരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഉപദേശിമാരെല്ലാം പുള്ളിയുടെ ഡയറക്ഷനിലാണ് നിർത്തിക്കൊണ്ടിരുന്നത്. പുള്ളിക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഉടനെ വിളിച്ച് പറയും ഇവിടുന്ന് മാറ്റണമെന്ന് പറയുന്നു. മനസ്സിലായോ? അപ്പോൾ മൂപ്പൻ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പാസ്റ്റർ സ്ഥലം മാറ്റുന്ന ഒരു വ്യക്തിയായിട്ടില്ല മൂപ്പനെ ദൈവസഭ പണ്ട് കണ്ടിരുന്നത്. എന്നാൽ ചിലരൊക്കെ ഈ സ്ഥാനത്ത് ദുർവിനിയോഗം ചെയ്തിരുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. എന്നാലേ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണെങ്കിൽ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിന്, ആത്മീകരായിട്ടുള്ള നല്ല മൂപ്പന്മാർക്ക് കീഴടങ്ങണം എന്നാണ് വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ സഭയിലെ പാസ്റ്ററൊക്കെ ആണെങ്കിലും ഇപ്പം ഞാൻ പറയും, വിശ്വാസിയെ സംബന്ധിച്ച് പാസ്റ്ററെക്കാട്ടിലും അറിവുള്ളവരാണ്. എന്ന് വെച്ചാൽ പല ദൈവസഭകളിൽ പോയി
പ്രസംഗം കേൾക്കുകയും കൺവെൻഷനിൽ പോയി പ്രസംഗം കേൾക്കുകയും അല്ലേ, പല ദൈവദാസന്മാരുടെ പ്രസംഗം കേൾക്കുകയും അങ്ങനെ ഭയങ്കര അറിവുണ്ട്. ഇപ്പം ദൈവദാസന്മാരെക്കാട്ടിലും കൂടുതൽ പ്രസംഗം കേട്ടിട്ടുള്ളത് വിശ്വാസികളാണ്. അപ്പം നിങ്ങളുടെ അറിവിനൊത്തവണ്ണം നിങ്ങളുടെ സഭയിലെ മൂപ്പൻ്റെ തലയിൽ കയറി ഇരിക്കാനല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്, മൂപ്പന്മാർക്ക് കീഴടങ്ങണമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്, അല്ലേ? സ്തോത്രം. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം സഭയിലാണെങ്കിലും അല്ലെ, ദൈവദാസന്മാർ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ അലക്ഷ്യമായിട്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, അല്ലേ? അവരുടെ ആ അലക്ഷ്യമായിട്ടിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം ഇവരുടെ ആ അധികാരം വെച്ചിട്ടാണ്, അവരുടെ പവർ വെച്ചിട്ടാണ്. എന്നെ ഇവിടെ ആരും ഒന്നും ചെയ്യാനില്ല, ഞാനാണ് ഇവിടുത്തെ ആള്. പിന്നെ ചിലർ പറയാറുണ്ട്, ഞങ്ങളാണ് ഈ സഭ കൊണ്ടുവന്നത്, ഞങ്ങളുടെ അച്ഛനാണ് ഇവിടുത്തെ, അല്ലെങ്കിൽ ഞങ്ങളുടെ പപ്പയാണ്, അല്ലെങ്കിൽ എൻ്റെ പിതാവാണ് ഇവിടെ സഭ കൊണ്ടുവന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതോറിറ്റി മുഴുവൻ. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ കട്ട യുമ്മിയത് ഞങ്ങളാ, മണ്ണ് യുമ്മിയത് ഞങ്ങളാ, അല്ലേ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടത് ഞങ്ങളാ എന്നൊക്കെ പറഞ്ഞ് സ്വയം ആധികാരികത പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളുണ്ട്. സ്തോത്രം. ഞാൻ പറയട്ടെ, ദൈവസഭ ദൈവത്തിൻ്റെ അതാണ്, അല്ലാതെ നമുക്ക് അവകാശം പറയാനൊന്നും ഉള്ള ഇടമല്ല ദൈവസഭ. അങ്ങനെ അവകാശം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തണം, നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ ഈ അവകാശം പറയുന്നതെന്നുള്ളത് കാര്യം ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കുമാറാകട്ടെ. അപ്പോൾ സഭയിൽ ഇളയവരും ഉണ്ട്, മൂപ്പന്മാരും ഉണ്ട്. ഇവരെല്ലാം ആർക്ക് കീഴടങ്ങണം? സ്തോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടങ്ങണം എന്നാണ്. കീഴടങ്ങി താഴ്മ ധരിച്ചുകൊള്ളുകയും. താഴ്മ, അപ്പം കീഴടങ്ങുകയും വേണം, താഴ്മ ധരിക്കുകയും വേണം. സ്തോത്രം. നിങ്ങൾ ഇപ്പം സഭയിലെ, നമുക്കറിയാം, ഒരു സഭയിലെ അംഗങ്ങളായ എല്ലാം ക്രിസ്തുവിൻ്റെ ഓരോ അവയവങ്ങൾ, അല്ലേ? കൈയും കാലും, നമുക്ക് കൈയും കാലും ചെവിയും മൂക്കും ഒക്കെ ഉള്ളതുപോലെ ദൈവത്തിൻ്റെ ഓരോ അവയവങ്ങളാണ് സഭയിലെ ഓരോ മക്കളും, അല്ലേ? ഇപ്പം ഞാൻ ഈ വലതേ കൈ പറയാം, ഇടതേ കൈ ഞാൻ നിന്നെ അനുസരിക്കത്തില്ലടാ, ഞാൻ നിന്നെ അംഗീകരിക്കത്തില്ലടാ എന്ന് പറഞ്ഞാൽ ഇടതേ കൈ പറയാം, എടാ നീ എന്നതിൻ്റെ നിൻ്റെ പണി നോക്കൂ എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇടതേ കൈയുടേതായിട്ടുള്ളതായ കടമകളുണ്ട്, അല്ലേ? ഇടതേ കൈ പറയാ, വലതേ കൈ ഞാൻ നിന്നെ അംഗീകരിക്കത്തില്ലടാ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം വലതേ കൈക്ക് ചെയ്യാവുന്ന പണിയെ വലതേ കൈ കൊണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? സ്തോത്രം. അതുപോലെ തന്നെ എല്ലാ അവയവങ്ങൾക്കും അതിൻ്റെതായൊരു ദൗത്യമുണ്ട്, ഉത്തരവാദിത്തമുണ്ട്, അല്ലേ? ദൈവസഭയ്ക്കകത്ത് എല്ലാ ദൈവമക്കളെ കുറിച്ചും ദൈവത്തിന് വലിയ പ്ലാനും ഉദ്ദേശമുണ്ട്. അപ്പം ഞാനാണ് ഇവിടുത്തെ വലിയ പുള്ളി, ഞാനാണ് ഇവിടുത്തെ മൂപ്പൻ, ഞാനാണ് ഇവിടുത്തെ അധികാരി എന്ന് പറഞ്ഞിരുന്നാൽ അത് ദൈവത്തിന് ഒരിക്കലും പ്രസാദമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ദൈവം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ട് ദൈവമക്കളെ, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും മൂത്തവനെന്നോ അല്ലെങ്കിൽ ഇളയവനെന്നോ അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ വലിയ പുള്ളി എന്ന് പറഞ്ഞിരുന്നാൽ ആ ആത്മീയ ജീവിതത്തിനോടൊന്നും ദൈവത്തിന് വലിയ പ്രസാദവും, പിന്നെ മനുഷ്യൻ്റെ മുന്നിൽ കടന്ന് വലിയ ആൾ കളിക്കാമെന്നല്ലാതെ ആ ആത്മീയ ജീവിതത്തെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യകതയാണ്. സ്വന്തം. ഞാനിന്ന് പകരം നിങ്ങളോട് പറയട്ടെ, നമ്മൾ കാണിക്കുന്നതായ എന്തെങ്കിലും ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നുണ്ടെന്നുള്ള കാര്യമാണ് ഏറ്റവും വലിയ കാര്യം, അല്ലേ? നമ്മൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നുണ്ടോ എന്നുള്ള ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. സ്തോത്രം. ഇപ്പം വിധവയാ സ്ത്രീ ആ ആലയത്തിൽ കൊണ്ടുപോയി 2 കാശിട്ടപ്പോൾ കർത്താവ് അത് കണ്ടു, അല്ലേ? എന്നിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? അവൾ എല്ലാവരെക്കാട്ടിലും ഇട്ടിരിക്കുന്നു, അല്ലേ? നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് മുഴുവൻ മനുഷ്യൻ്റെ പ്രീതി നേടാൻ വേണ്ടിയാണ്, അല്ലേ? മനുഷ്യൻ്റെ കണ്ണിൽ നമ്മൾ കൊള്ളാം, ആ വ്യക്തി കൊള്ളാം എന്നൊരു മറ്റുള്ളവരെ കൊണ്ടൊരു പറയിപ്പീര് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ തത്രപ്പാടുകൾ പെടുന്നത് മുഴുവനും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇപ്പം സഭയുടെ സെക്രട്ടറി ആണെങ്കിൽ അദ്ദേഹം ഞാൻ ഇവിടുത്തെ നല്ല സെക്രട്ടറി ആണെന്നുള്ളതായ ആ ബോധ്യം ജനത്തിനിടയിൽ കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ് ഈ പാടുപെടുന്നത് മുഴുവനും, അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ മക്കളായ ഒരു സെക്രട്ടറി ആണെങ്കിൽ, ഒരു സഭയുടെ മൂപ്പനാണെങ്കിൽ, ഞാനെല്ലാം ദൈവത്തിന് ഇഷ്ടത്തിനൊത്തവണ്ണം ചെയ്യത്തുള്ളൂ. എന്നെ ആരും കണ്ടില്ലേലും കേട്ടില്ലേലും കുഴപ്പമില്ല, ദൈവം എന്നെ അറിയുന്നുണ്ടല്ലോ എന്നുള്ള ബോധ്യത്തോടെ നേരോടെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കത്തുള്ളൂ. എന്നാൽ മനുഷ്യൻ്റെ പ്രീതി നേടാൻ ശ്രമിക്കുന്ന മൂപ്പന്മാരാണെങ്കിൽ, സെക്രട്ടറിമാരാണെങ്കിൽ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും നോക്കിയിരിക്കും. അത് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്തോത്രം. അപ്പം ഇവിടെ വായിക്കുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടങ്ങി താഴ്മ ധരിക്കണം. ഞാൻ നിങ്ങളോടൊരു ദൂത് പോലെ പറയാം, നിങ്ങളുടെ അകത്തുനിന്ന് കീഴടങ്ങാൻ മനസ്സില്ലെങ്കിൽ, താഴ്മ ധരിക്കാൻ മനസ്സില്ലെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ കിടന്ന് കാണിക്കുന്നതും തുള്ളുന്നതും ചാടുന്നതും ഒക്കെ വെറുതെയാണ്. സ്തോത്രം. അങ്ങനെ തന്നെ പറയാൻ നമുക്ക് ത്രാണി ഉണ്ടാകണം.
ഇന്ന് പകരം ഞാൻ നിങ്ങളോട് പറയട്ടെ, വചനം പഠിപ്പിക്കുന്നതും വചനം പ്രമാണിക്കുന്നതും ഒരു ദൈവത്തിന്റെ ഭക്തന്റെ ക്വാളിറ്റി അല്ലേ? സ്തോത്രം. നമ്മൾ വചനം കേൾക്കുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ തന്നെ ഒന്ന് ക്രമീകരിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നമുക്കൊരു മനസ്സുണ്ടാകണം അല്ലേ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രസംഗിച്ചതുപോലെ ചില പള്ളി പോലും ചില കുടുംബക്കാരുടെ പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പം ഈ ഞങ്ങളുടെ ഭാഗത്തൊരു പള്ളിയുണ്ട്, മർത്തോമ പള്ളിയാണ്. അവിടുത്തെ ഒരു പാലാക്കുന്നത്ത് എന്ന് പറയുന്ന ഒരു വീട്ടുകാരുണ്ട്, വെണ്ണിക്കുളം ഭാഗങ്ങളിലൊക്കെ. അവിടുത്തെ പാലാക്കുന്നത്തെ പള്ളി എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഞങ്ങളുടെ അക്കരെ ഭാഗത്തൊരു പള്ളിയുണ്ട്, അത് പ്ലാങ്കപ്പള്ളി എന്നാണ്. പ്ലാങ്കൽ കുറേ വീട്ടുകാർ ആ ഭാഗത്തൊക്കെ ഉണ്ട്, പ്ലാങ്കപ്പള്ളി എന്നറിയപ്പെടുന്നത്, ഓർക്കണേ. പിന്നെ പല ദൈവസഭകളിലും ഉണ്ട് അങ്ങനെ പേര് കൂട്ടി അറിയപ്പെടുന്ന അല്ലേ? ഈ വീട്ടുപേരും ചില വ്യക്തികളുടെ പേര് കൂട്ടി ഇന്നാറ പള്ളി എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന സഭകളും ഉണ്ട്. ഞാൻ പറയട്ടെ, ദൈവസഭകൾ എപ്പോഴും ദൈവത്തിൻ്റെയാണ് അല്ലേ? അതിനകത്ത് വ്യക്തികൾക്ക് അധികാരം എടുക്കാനോ കർത്തൃത്വം നടത്തുവാനോ യാതൊരു അധികാരവുമില്ല. സ്തോത്രം. ഞാൻ പറയട്ടെ, അങ്ങനെ അധികാരം നടത്തുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടൊരു കാര്യം തന്നെയാണെന്നുള്ള കാര്യം ഓർക്കും. അപ്പം ദൈവസഭയ്ക്കകത്തുള്ള ദൈവമക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കീഴടങ്ങി താഴ്മ ധരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. നമുക്ക് മുഴുവൻ ഈ അഭിനയം മുഴുവൻ എവിടെ നടത്തുന്നതെയോ? നമുക്ക് സാക്ഷി പറയുമ്പോഴാണ് നമ്മൾ നമ്മുടെ പ്രകടനം മുഴുവൻ നടത്തുന്നത് അല്ലേ? കർത്താവേ അല്ലേ, നമ്മൾ അന്നേരം നമ്മളെപ്പോലൊരു ഭക്ത, നമ്മളെപ്പോലൊരു ദൈവ പൈതൽ ഇല്ലെന്നുള്ള രീതിയിലാണ് നമ്മുടെ അന്നത്തെ സാക്ഷി പറച്ചിൽ മുഴുവനും. അത് കേൾക്കുന്നവരെ കരയിപ്പിക്കും അല്ലേ? ചിലരാണ് സ്ഥിരം സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ കണ്ണിനെ കണ്ടിരുന്നും കാലിനെ വീഴ്ചയിരുന്നു പ്രാണനെ മരണത്തിൽ നിന്ന് അങ്ങ് സ്ഥിരം ഡയലോഗ് പറഞ്ഞങ്ങ് പഠിച്ചു വെച്ചേക്കുക. അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകളൊക്കെ എവിടെയൊക്കെയോ മറിഞ്ഞുപോയി അല്ലേ? മാറിപ്പോയി. സ്തോത്രം. സഭകളിലാണെങ്കിലും അല്ലേ, ദൈവമക്കൾക്കകത്താണെങ്കിലും പല രീതിയിലുള്ളതായ സ്തോത്രം കടന്നുകയറ്റങ്ങൾ കടന്നു വന്നിരിക്കുകയാണ്. ഇതുപോലെ ഞാൻ പറയട്ടെ, താഴ്മ ധരിക്കുകയും എന്തല്ലേ സ്തോത്രം കീഴടങ്ങുകയും ചെയ്താൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കാനിടയായിത്തീരും. അടുത്ത വാക്യം, ദൈവം നിഗളികളോട് എതിർത്തു നിൽക്കുന്നു. സ്തോത്രം. അപ്പം നിഗളി ആരാണ്? ഇപ്പം നമുക്കൊരു സ്തോത്രം ഒരു വ്യക്തിത്വം ഉണ്ടല്ലേ? വ്യക്തിത്വമുണ്ട്. അപ്പം നമുക്കെല്ലാവർക്കും ഓരോ വ്യക്തിത്വങ്ങളുണ്ട് അല്ലേ? നമ്മൾ ആരാണെന്നൊരു ബോധ്യമുണ്ട്. നമ്മൾ ആരാണെന്നുള്ളതായ ബോധ്യത്തിനേക്കാൾ അപ്പുറമായിട്ട് നമ്മൾ നമ്മൾ ആയിത്തീരുമ്പോഴാണ് അവിടെ നമ്മളെന്താണ് നിഗളിയാണെന്ന് പറയുന്നത് അല്ലേ? ചില വ്യക്തികൾ കണ്ടിട്ടില്ലേ, ഒരു 10 രൂപ കയ്യിലുണ്ടെങ്കിൽ പിന്നെ പണ്ടൊരു അമ്മച്ചിയും എൻ്റെ വൈഫ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി കിടക്കുമ്പോഴേ അവിടെ ഒരു അമ്മച്ചി എന്നോട് സംസാരിച്ചു. അപ്പോൾ അമ്മച്ചി എന്നോട് പറയാണ്, ഫാസ്റ്റേ ഞങ്ങളുടെ അച്ഛന് പെൻഷൻ വരുമ്പം എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ചോദിച്ചു, എന്നാ അമ്മ എങ്ങനെ അറിയാം? അപ്പം എന്നോട് പറഞ്ഞു, ഫാസ്റ്റേ അച്ഛൻ അന്നേരത്തിന് നെഞ്ചൊക്കെ അങ്ങ് വിരിക്കും, തലയൊക്കെ ഇങ്ങനെ കളത്തി നേരെ അല്ലെ സ്ട്രെയിറ്റായിട്ട് നടക്കും. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി അച്ഛന് പെൻഷൻ വന്നു, പൈസ എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പോൾ എന്നിട്ട് അമ്മച്ചി എന്നോട് വീണ്ടും പറയാം, ഫാസ്റ്റർ ഞങ്ങളുടെ അച്ഛന് പൈസ ഇല്ലാതാകുമ്പോൾ ഞങ്ങൾക്ക് അറിയാമെന്ന്. ഞാൻ ചോദിച്ചു, അതെങ്ങനെ? അന്നേരം ഫാസ്റ്റർ 2 കൈ ഇങ്ങനെ താഴ്ത്തിട്ട് തല കുനിച്ച് അച്ഛൻ എപ്പോഴും നടക്കത്തുള്ളൂ. കാരണം അന്നേരം ഞങ്ങൾക്ക് മനസ്സിലാകും കയ്യിലൊന്നും ഇല്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യൻ്റെ ഓരോ പരിപാടികളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മനുഷ്യന് പൈസ വരുമ്പോൾ ഒരു മനോഭാവവും പൈസ ഇല്ലാത്തപ്പം വേറൊരു മനോഭാവം. സ്തോത്രം. അപ്പം നിഗളം എങ്ങനെയാണ് വരുന്നത്? നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നൊരു ചിന്തയിൽ കൂടെ ആ നിഗളം കൂടുതലും ഉണ്ടാകുന്നത് അല്ലേ? സ്തോത്രം അല്ലേ? ഹല്ലേലൂയ. നമുക്ക് നല്ലൊരു കാറുണ്ടെങ്കിൽ പലപ്പോഴും പറയാം, നിനക്ക് അല്ലെ നമ്മൾ മനസ്സിലാവും അവർക്ക് കാറില്ല, എനിക്കുണ്ട്. അങ്ങനെ ഒരു നിഗളത്തിൻ്റെ ഒരു ആരംഭം അല്ലേ? അവർക്ക് നല്ല ചെറ്റക്കൂടിലല്ല കിടക്കുന്നത്, എനിക്ക് നല്ല വാർത്ത വീട്. അതൊരു നിഗളത്തിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലേ? നമ്മൾ നിഗളിയായിട്ട് ജീവിക്കാൻ ഒന്നുമില്ലേ ഏതുമില്ലേ എന്ന് പറഞ്ഞ് ദൈവസ്ഥന് ജീവിക്കാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും കണ്ട് അഹങ്കരിക്കാനോ എന്തെങ്കിലും കണ്ട് സ്വയം പ്രശംസിക്കാനോ ഒന്നുമല്ല. എന്താണ് സ്തോത്രം, ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം നിഗളികളോട് എന്താണ് അവിടെ വായിക്കുന്നത്? നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നു. താഴ്മയുള്ളവർക്ക് എന്താണ്? കൃപ ലഭിക്കുന്നു. അപ്പം താഴ്മ എങ്ങനെയാണ് ലഭിക്കുന്നത്? താഴ്മ ഞാനിപ്പം പറഞ്ഞതുപോലെ നമ്മുടെ ചിന്താഗതികൾ എപ്പോഴും എന്താണ്? മറ്റുള്ളവരെ നമ്മളെക്കാട്ട് ശ്രേഷ്ഠനെന്ന് എണ്ണണം അല്ലേ? ഇപ്പം നമ്മുടെ അടുത്തൊരു ബസ്സിലൊക്കെ കയറുമ്പം എന്താണ് ഭിക്ഷ മേടിക്കാനായിട്ട് ഓരോ വ്യക്തികൾ വരും അല്ലേ? നമ്മൾ വലിയ പുള്ളിയാണെന്നല്ല അവരുടെ മുന്നിൽ ധരിക്കേണ്ടത്. നമ്മളെക്കാട്ട് ശ്രേഷ്ഠനാണെന്ന് നമ്മുടെ മനസ്സിലൊരു ചിന്ത വരണം അല്ലേ? ഇപ്പം നമ്മുടെ കൂടിരിക്കുന്നതായ വിശ്വാസിക്ക് ഒരു നല്ല വീടില്ലെങ്കിൽ
ഒരു നല്ല സൗകര്യമില്ലെങ്കിൽ, ഒരു സൈക്കിൾ പോലും ഇല്ലെങ്കിൽ, നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളെക്കാട്ടിൽ ശ്രേഷ്ഠനാണ് അദ്ദേഹം, അല്ലേ? അങ്ങനെ നമുക്ക് അവരെ ആ മനസ്സുകൊണ്ട് നമ്മൾ അവരെ കരുതണം. അപ്പം സ്തോത്രം. അപ്പം താഴ്മയുടെ ആ മനോഭാവം, അല്ലേ? അപ്പം താഴ്മയുടെ ആ താഴ്മ എപ്പോഴും ഇപ്പം നമ്മളെ ആരെങ്കിലും ഒന്ന്, അല്ലേ, ഒന്ന് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അവരെ സ്തോത്രം പ്രൈസ് ലോർഡ് എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല. നമുക്ക് എപ്പോഴും താഴ്മ ഉണ്ടാകുന്നത് കൊണ്ട് യാതൊരു കുഴപ്പമില്ലെന്നേ. സ്തോത്രം. ഞാൻ ഈ നാളിൽ ഞാൻ അവരെ പ്രശംസിക്കുകയൊന്നുമല്ല. മറ്റ് സമുദായത്തിൽപ്പെട്ടവരായ 2 വ്യക്തികൾ കണ്ടുമുട്ടി. അപ്പം അവർ പെട്ടെന്ന് മുണ്ടഴിച്ചിട്ടിട്ട് പെട്ടെന്ന് കൈ കൂപ്പിയിട്ട് അവരുടെ രീതിയിൽ എന്തോ വന്ദനം പറയുന്നു. മറ്റേ ആളും അതുപോലെ കൈ കൂപ്പിയിട്ട് വന്ദനം പറയുന്നു. നമ്മളാണെങ്കിൽ ഒരാളോട് ഒരു പ്രൈസറോട് കൈ കൊടുത്ത് സ്തോത്രം പറയുകയാണെങ്കിൽ, അല്ലേ, അവർ പണ്ടാറ് പറഞ്ഞാലേ പെട്ടുപോയല്ലോ എന്നും പറഞ്ഞാണ് സ്തോത്രം പറഞ്ഞത്. ഇപ്പം നമുക്കറിയാം, ഉന്നതന്മാരായ പാസ്റ്റർമാർ, വചനമൊക്കെ നല്ലപോലെ പ്രസംഗിക്കുന്നവർ, സാധാരണപ്പെട്ട ഒരു വിശ്വാസിയെ കാണുമ്പോൾ ഈ സാധാരണപ്പെട്ട വിശ്വാസി അദ്ദേഹം പ്രശസ്തനാണെന്നല്ലോ എന്ന് കണ്ടിട്ട് ഓടിച്ചെന്നുണ്ട്, അല്ലേ, പ്രൈസ് ലോർഡ് എന്നൊക്കെ പറയുമ്പോൾ പുള്ളി മൈൻഡത്ത് പോലും ഇല്ല. കാരണം എന്താണ്, എൻ്റെ മുന്നിൽ നിങ്ങളൊന്നുമില്ലെന്നുള്ളതായ മനോഭാവമാണ് അദ്ദേഹത്തെ ഭരിക്കുന്നത്. ഈയിടെ ഞാൻ ഒരു നല്ലൊരു അറിയാവുന്ന ഒരു പ്രാസംഗികനായിട്ടുള്ള ദൈവദാസനെ കണ്ടു കേട്ടോ. എന്നോട് ചോദിച്ചു, എന്നെ അറിയാം? ഞാൻ പറയും, പാസ്റ്റർ എല്ലാവർക്കും അറിയാമല്ലോ, മീറ്റിങ്ങിലൊക്കെ പ്രശസ്തനായ ഒരു വ്യക്തിയല്ലേ എന്ന് പറഞ്ഞാൽ പുള്ളിയോട് പറയും, എൻ്റെ പൊന്നു പാസ്റ്ററെ അങ്ങനെ പറയല്ലോ, പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ അകത്ത് വന്നു പോയോ വീഴ്ചയുടെ ആരംഭമാണെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. ഇന്ന് പകരം ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളോട് ദൈവം എന്താണ് എതിർത്ത് നിൽക്കുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. താഴ്മയുള്ളവർക്കോ ദൈവം എന്താണ് കൃപ നൽകുന്നു. അപ്പം ദൈവദാസന്മാരെല്ലാം പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ അവർ പഠിച്ച അറിവും, അല്ലേ, അവർ മനസ്സിലാക്കിയതായ അറിവുകൾ വെച്ചാണ് എന്താണ് കീച്ചുന്നത്, അല്ലേ, എല്ലാ പ്രസംഗവും പ്രസംഗിക്കുന്നത്. എന്നാൽ പണ്ടൊക്കെ ആശാര്യോദ്ദേശമൊക്കെ അങ്ങനൊന്നുമല്ല. അവർക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഡയറക്റ്റ് ലൈവായിട്ട് കൊടുക്കുന്നതായ വചനം അവർക്ക് കിട്ടിയ അറിവിനനുസരിച്ച് അവർ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ കൂടുമായിരുന്നു, അല്ലേ. ആൾക്കാരുടെ വലിയൊരു ഒഴുക്ക് അവിടെ ഉണ്ടായിരുന്നു. അന്ന് സമുദായസ്ഥരായിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികളൊക്കെയും അന്ന് പ്രാർത്ഥനയ്ക്കൊക്കെ ചൊല്ലുമ്പോൾ, ഇപ്പം നമ്മുടെ പ്രസംഗങ്ങൾ മുഴുവൻ നമ്മുടെ അറിവിൻ്റെ ആധാരമായപ്പോൾ ആളുമില്ല, പ്രസംഗത്തിനകത്തു വിടുതലുമില്ല, അല്ലേ. ആ പ്രസംഗിച്ചു, അല്ലേ. നമുക്കറിയാം, കൺവെൻഷൻ കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റുപാടുള്ള സഭകളിലെ വിശ്വാസികൾ വന്നല്ലാതെ മറ്റ് ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികളോ സമുദായസ്ഥരായിട്ടുള്ള വ്യക്തികളോ ഒന്നും അവിടെ വരുന്നില്ല. കാരണം അത് ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ പ്രസംഗം ഒരു ചലനം ഉണ്ടാക്കുന്നില്ലെന്നുള്ളതാണ് വളരെ യാഥാർത്ഥ്യമായ കാര്യം, അല്ലേ. ഇപ്പം പ്രശസ്തന്മാരായ പാസ്റ്റർമാരുണ്ട്, അവർക്കൊക്കെ പ്രസംഗിച്ച് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ പോലും ഞെട്ടിപ്പോ ഇവർ മേടിക്കുന്ന പൈസ കേട്ടാലോ. ആത്മീയം പ്രസംഗിക്കുന്ന കേട്ടാലോ ഭയങ്കര ഉണർവും കൃപയാണ് പറയുന്നത്. ഇവരുടെ ഒരു ദിവസത്തെ പ്രസംഗത്തിന്റെ കൂലി കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോകും, അല്ലേ. അതുപോലുള്ള പൈസ അവർ കണക്ക് പറഞ്ഞാണ് മേടിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, ആ പ്രസംഗം കൊണ്ടൊന്നും വലിയ ഗുണമുണ്ടാകുന്നില്ല. കാരണം ഇവരെ പ്രാപിക്കുന്നതൊന്നുമല്ല, കൂടുതലും പഠനത്തിലും, അല്ലേ, അറിവിലും, പല പുസ്തകങ്ങൾ വായിച്ചും, പിന്നെ കുറച്ചൊക്കെ അവർക്ക് കിട്ടിയതായ അറിവും കുറച്ചൊക്കെ പ്രാപിക്കുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയും. പക്ഷേ അതുകൊണ്ടൊന്നും പൂർണ്ണമായിട്ടൊരു വിടുതൽ ജനത്തിന് നടക്കുന്നില്ലെന്നുള്ളത് യാഥാർത്ഥ്യം, അല്ലേ. അപ്പം ഞാൻ പറയാം, പണ്ടൊക്കെ ആശാര്യോദ്ദേശികളൊക്കെ പ്രസംഗം കേൾക്കുമ്പോൾ പലർക്കും മാനസാന്തരത്തിൻ്റെ അകത്തൊരു കുത്തലുണ്ടാകും. അന്നേരം ഡയറക്റ്റായിട്ട് കൈകൊക്കിയില്ലെങ്കിലും ആ പ്രസംഗം കേൾക്കുമ്പോൾ പലർക്കും അകത്തൊരു ചിന്ത ഉണ്ടാകുമായിരുന്നു, അല്ലേ. ഞാൻ ശരിയാണല്ലോ, അല്ലേ. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം, അതുപോലെ എത്രയോ ഉപദേശിമാരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലത്തെല്ലാം അവരുടെ ഒരു പുതിയ ട്രെൻഡ് പോലാണ് ഇപ്പോഴത്തെ ആത്മീക നിലവാരങ്ങളും ആത്മീക കാഴ്ചപ്പാടുകളും, അല്ലേ. ഹല്ലേലൂയ. നിഹളം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, അഹങ്കാരം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒന്നിനും കുറവില്ല. പക്ഷെ പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. സ്തോത്രം. എന്നാൽ ഇവിടെ വായിക്കുക, താഴ്മയുള്ളവർക്കോ ദൈവം കൃപ നൽകും. അതുകൊണ്ട് അർത്ഥവാക്യം, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് ബലമുള്ള കൈക്കീഴിൽ താണി. അപ്പം ദൈവം തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമാണ്, അല്ലേ. അപ്പം ഹല്ലേലൂയ, സ്തോത്രം. ഈ നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവമാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അവനെ ആത്മീയ ജീവിതത്തിൽ നയിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കടമ്പകളൊക്കെ കഴിഞ്ഞു, ഇനി ഇവിടെ കൊണ്ട് തീരുമെന്നല്ല, അവനെ ഉയർത്തുന്ന, അവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലേ. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ ഈ സ്തോത്രം ബഡ് ചെയ്തതായ പ്ലാവും മാവും ഒക്കെ കൊണ്ടുവെക്കും, അല്ലേ.
ഉദ്ദേശിക്കുന്നതിൻ്റെ കാര്യം കൊച്ചു പ്രായത്തിൽ തന്നെ ഫലം കിട്ടണമെന്നുള്ളതായ ആഗ്രഹത്തോടെ വെക്കുന്നത് അല്ലേ. എന്നാലേ നമ്മുടെ വീട്ടിൽ സാധാരണ രീതിയിൽ മരങ്ങളൊക്കെ വെക്കും അല്ലേ, പ്ലാവും മാവും ഒക്കെ വെക്കും. അതൊരു സമയമാകുമ്പോഴേ അതിനകത്തുനിന്ന് ഫലം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ആ മരം വളർന്നു വന്ന്, ഇപ്പം നമ്മുടെ സാധാരണ രീതിയിൽ വരുന്ന മരം വളർന്നു വന്ന് അതിന് തക്ക സമയത്ത് ഫലം കായ്ക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ ടേസ്റ്റും ഗുണവും ഒക്കെ ഉണ്ടല്ലേ. എന്നാൽ ബഡ് പോലെ നിൽക്കുന്നതായ അല്ലേ സ്തോത്രം, ആ മാവിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കാൻ തൽക്കാലം ഒരു രസം തോന്നുമെന്നല്ലാതെ അതിനകത്തൊന്നും വലിയ ഗുണങ്ങളൊന്നും കിട്ടാനില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം തമ്പുരാൻ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലേ ഒരു പെട്ടെന്ന് ഫലം പുറപ്പെടുവിക്കുന്നതായ ഒരു മേഖലയല്ല. ദൈവത്തിന്റെ പ്ലാനിനൊത്തവണ്ണം ദൈവം നമ്മളെ വളർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മളെ തക്ക സമയത്ത് ഉയർത്തുന്നതായ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെല്ലാം ദൈവം പല പദ്ധതികൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ കാഴ്ചപ്പാടിനകത്ത് നമ്മളെ ഒതുക്കി വെച്ചിരിക്കുന്നവരാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവം നമ്മളെ ഉയർത്തുന്ന ഒരു സമയമുണ്ട്, ദൈവം നമ്മളെ മാനിക്കുന്ന ഒരു സമയമുണ്ട്, നമുക്ക് ശുശ്രൂഷ നൽകുന്ന ഒരു സമയമുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ മക്കളുടെ കടമയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈ കീഴിൽ. അപ്പം നമ്മുടെ ഉയർച്ച അല്ലെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാന് വിശ്വാസ ജീവിതത്തിൽ വന്ന് 3-4 വർഷം കഴിഞ്ഞ് തീർന്നു എന്നല്ല അല്ലേ. അപ്പം അവിടെ കൊണ്ട് നമ്മളെല്ലാം തീർന്നു അല്ലെങ്കിൽ നമ്മളെല്ലാം അവസാനിച്ചു എന്നല്ല. നമ്മളെ നാൾക്ക് നാൾ ഉയർത്തുവാൻ കഴിയുന്ന ഒരു കർത്താവിന്റെ മുന്നിലാണ് നമ്മളായിരിക്കുന്നത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്തുനിന്ന് അല്ലെങ്കിൽ നമുക്ക് ഒരല്പം വളർന്നു അല്ലേ, നമ്മൾ ആത്മീയമായിട്ട് അല്പം വളർന്നു. കർത്താവ് പറയത്തില്ല നീ ഇവിടെ കൊണ്ട് മതിയടാ, ഇനി കൂടുതൽ ആത്മീയമായിട്ട് വളരണമെന്നൊന്നും അല്ല ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്ന് കർത്താവ് പറയത്തില്ല. ക്രിസ്തുവിന്റെ തലയോളം വളരുവാൻ അല്ലേ നമ്മളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് എന്നും പ്രശ്നങ്ങളല്ലെന്നേ, എന്നും ബുദ്ധിമുട്ടുകളല്ലെന്നേ, എന്നും പരാതികളല്ലെന്നേ, നമുക്ക് എന്നും കഷ്ടതയല്ല. നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് നമ്മൾ ആഴമായിട്ട് വിശ്വസിക്കും. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന് ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സ്തോത്രം. അടുത്ത വാക്യം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങൾ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ, ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ വേണം ഈ നാളുകൾ ജീവിക്കാൻ. നമുക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. നമുക്കറിയാം ഏലിയാവിനെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ അറിയാമല്ലോ. ഏലിയാവ് സ്തോത്രം, എരീത്ത് തോട്ടിന്റെ കരയിൽ പോയി ഇരിക്കാനിടയായിത്തീർന്നു. ഏലിയാവ് ആഹാബിനോട് ദൂത് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞു നീ ഇന്ന സ്ഥലത്ത് പോയി ഇരിക്കാൻ പറഞ്ഞു അല്ലേ. ഏലിയാവ് ആ വാക്ക് അതുപോലെ അനുസരിച്ച് എരീത്ത് തോട്ടിന്റെ കരയിൽ പോയിരിക്കുമ്പം നമുക്കറിയാം ഏലിയാവ് ചോദിക്കാതെ ദൈവം അപ്പോൾ ഇറച്ചിയും അവിടെ കാക്കയുടെ കയ്യിൽ കൊടുത്ത് ഏലിയാവിനെ പോഷിപ്പിക്കാൻ ഇടയാക്കി തോന്നുന്നു. ഏലിയാവിനോട് ദൈവം നീ കെരീത്ത് തോട്ടിന്റെ കരയിൽ പോയിരിക്കാൻ പറഞ്ഞപ്പോൾ ഏലിയാവ് ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ, ഞാൻ എവിടുന്ന് കഴിക്കും, എവിടുന്ന് കുടിക്കും എന്ന് ദൈവത്തോട് ചോദിച്ചോ? ഇല്ല. ദൈവം പറഞ്ഞ സ്ഥാനത്ത് ഇരുന്നപ്പോൾ ഏലിയാവിന് വേണ്ടി ദൈവം ചില കരുതലുകളെ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. നമുക്കറിയാം ആ വചനത്തിന്റെ ചില ചിന്തകൾ ഞാനൊന്ന് പറയട്ടെ. ഏലിയാവ് ആ ഇരുന്ന സ്ഥാനമൊന്നും അത്ര നല്ല സ്ഥാനങ്ങളൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ടൈൽസ് ഇട്ട് പെരയ്ക്കകത്തിരിക്കുന്നത് പോലോ, ഫാനിന്റെ കീഴിലിരുന്ന് നമ്മൾ സന്തോഷത്തോടിരിക്കുന്നത് പോലോ, നല്ല മെത്തയുള്ള കട്ടിലേക്ക് കിടക്കുന്ന പോലെ ഒന്നും അല്ല ഏലിയാവ് കെരീത്ത് തോടിന്റെ കരയിലിരുന്ന്. അപ്പോൾ തോടിന്റെ കര എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ എപ്പോഴും നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നല്ല കൊതുക് കാണും അല്ലേ, നല്ല ഏകാന്തത കാണും, ഭയാനകം കാണും, കൂരിട്ടിൻ്റെ അനുഭവങ്ങൾ കാണും, ഒറ്റപ്പെടൽ കാണും. അങ്ങനെ ഈ സ്തോത്രം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷമൊന്നും അവിടെ കിട്ടത്തില്ല. പക്ഷേ ദൈവം തമ്പുരാൻ പറഞ്ഞതായ ആ മേഖല ഏലിയാവ് സന്തോഷത്തോടെ ഏറ്റെടുത്തപ്പോഴാണ് ദൈവം ഏലിയാവിന് വേണ്ടിയിട്ട് കാക്കയെ അയക്കാനിടയായിട്ടുള്ളത്. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനം ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലകളായിരിക്കാം. കഷ്ടതകളുടെയും ചില ഒറ്റപ്പെടലിൻ്റെയും നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും ഒക്കെ മേഖലകളായിരിക്കാം. നിങ്ങൾ ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്തായിരിക്കാം നിങ്ങൾ അവിടെ ആയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകല് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോട് ഞാൻ പറയാം, ചില കാക്കകളെ ദൈവത്തിന് നിങ്ങളുടെ അടുക്കലേക്ക് അയക്കാൻ പദ്ധതിയുണ്ട്. ചില ഉറവകൾ ദൈവത്തിന് നിങ്ങളുടെ മേൽ തുറക്കുവാൻ പദ്ധതിയുണ്ട്. നിങ്ങളുടെ കഷ്ടങ്ങളെ നീക്കുവാൻ ചില വഴികൾ ദൈവത്തിന് തുറക്കുവാൻ പദ്ധതികളുണ്ട്. ദൈവാത്മാവിനോട് ഇന്ന് പകൽ ഒരു പ്രവചന ദൂത് പോലെ പറയാം. ചില കുഞ്ഞുങ്ങൾ ജോലിയുടെ വിഷയ സംബന്ധമായിട്ട് ജോലിയില്ലാതെ ജോലി ആഗ്രഹത്തോടെ ഇരിക്കുന്നു. പല ഇന്റർവ്യൂകളും നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല.
അതൊന്നും പാസ്സാകുന്നില്ല. പക്ഷേ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൂത് പോലെ പറയാ നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ ദൈവം ഓപ്പൺ ആക്കാൻ പോവാം. ഇപ്പം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനങ്ങളെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ തന്നത്, അല്ലെങ്കിൽ ആ ബുദ്ധിമുട്ടുകൾ തന്നത് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇന്ന് പകൽ ഞങ്ങൾ വിശ്വസിക്കുക, ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കരുതലുകളെ വെളിപ്പെടുത്താൻ പോവുക. അപ്പം നമുക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്, അല്ലേ? നമ്മളെ വിശ്വാസത്തിൽ ഇറക്കിയിട്ട് നീ എവിടെയെങ്കിലും പോയി ജീവിക്കടാന്ന് പറഞ്ഞ് നമ്മളെ ഉപേക്ഷിക്കുന്നവനൊന്നും അല്ലെന്ന്. അങ്ങനൊന്നും നമ്മൾ ചിന്തിക്കരുത്. വിശ്വാസത്തിൽ ഇറക്കിയിട്ട് നീ കൈക്ക് പിടിച്ച് കുറേ നാൾ കൊണ്ടുവന്നിട്ട് പറയാം നീ ഇനി തന്നെ നടന്നു പോകണമെന്നൊന്നും പറയുന്നൊരു കർത്താവല്ല. നമ്മുടെ കർത്താവ് നമ്മളെ അറിയാമെന്ന്, നമ്മുടെ മനസ്സറിയാമെന്ന്. യേശുവിനെ നിങ്ങൾ വലിയ ഭീകരമായിട്ടൊരു അനുഭവത്തിലായിരിക്കാം കാണുന്നത്. എൻ്റെ ചിന്ത പറഞ്ഞാൽ കർത്താവ് എന്താണ്, നമ്മളെ അറിയുന്നവനാണ്, നമ്മളെ സ്നേഹിക്കുന്നവനാണ്, നമ്മുടെ ചിന്തകളെ അറിയുന്നവനാണ്. അങ്ങനെയുള്ള കർത്താവിനെ നമ്മൾ സ്നേഹത്തോടെ സമീപിച്ചാൽ മതി. കർത്താവ് നമ്മളെ സ്നേഹിക്കുമെന്ന്. നമ്മളെ പണ്ട് തൊട്ടേ ഉപദേശിമാരെല്ലാം പഠിപ്പിച്ച് നമ്മളെ പേടിപ്പിച്ച്, അല്ലെ, ഭയപ്പെടുത്തി. യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോടാലും ഭയത്തോട് കർത്താവ് പേടിപ്പിക്കുന്നവനൊന്നും അല്ലെന്നേ. അങ്ങനൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ അവസ്ഥകളെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ വിചാരങ്ങളെ, നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെ ഒക്കെ അറിയുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്, അല്ലേ? സ്തോത്രം. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവിനെ നമുക്കൊന്ന് വേണ്ടുവണ്ണം അറിയാൻ, കർത്താവിൻ്റെ വചനത്തെ പ്രമാണിക്കാൻ, ഇന്ന് പകൽ കേട്ടതുപോലെ താഴ്മ ധരിക്കാനും വിധേയപ്പെടാനും നിഗളിക്കാതിരിക്കാനും, അല്ലല്ലേ, നമ്മൾ തക്ക സമയത്ത് ഉയർത്തപ്പെടാനും ഒക്കെ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പ്രമാണിച്ചാൽ മതി. സ്തോത്രം. ഇന്ന് പകൽ ഞാൻ ആ വചനത്തെ എല്ലാം കൂട്ടിക്കൊണ്ട് ഒരു വാക്ക് പറയാം. ഈ കാര്യങ്ങളൊക്കെ പ്രമാണിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ഉയർത്താതിരിക്കത്തില്ലെന്നേ. കിഴങ്ങിയാൽ, നികളമില്ലാതെ ജീവിച്ചാൽ, ദൈവത്തിൻ്റെ കയ്യിൽ ഉയരപ്പെടണമെന്ന് ആഗ്രഹത്തോടെ താണിരുന്നാൽ ദൈവം തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഉയർത്തുക തന്നെ ചെയ്യും. ഇന്ന് പകല് നിങ്ങളുടെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നവരാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ കടഭാരമാണോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്ന് പോലെ അങ്ങനെ ഒരു നിയോഗം തരുന്നുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജോലിയില്ലാത്ത വിഷയമാണോ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ബാധ്യതകളാണോ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഇതുപോലെ നമുക്ക് കണ്ണുകളടയ്ക്കാം. എന്നെ കേൾക്കുന്നവരെല്ലാം ഒരു നിമിഷം കണ്ണുകളടച്ചാൽ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ കർത്താവേ, ഇത് പകൽക്കാലം ഞങ്ങൾ കേട്ട വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സ്തോത്രം ചെയ്യും. കർത്താവ്, ഞങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ കേട്ടല്ലോ. ഇത് പകല് ഞങ്ങളുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥന. അവർ ഏതൊക്കെ വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ആ വിഷയത്തിന്മേലൊക്കെ വലിയ വിടുതലുകൾ സംഭവിക്കണം. കർത്താവ് അങ്ങനെ ചെയ്യണം. വലിയ പ്രവൃത്തികൾ അയക്കണമേ. മാനിക്കുന്നതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കാൻ. ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ആമേൻ. സ്തോത്രം.